ആദ്യം നമുക്ക് ഈ പൊടികളൊക്കെ കലക്കുന്ന സമയം കൊണ്ട് ആദ്യം ഞാനിവിടെ 1 കപ്പ് വെള്ള അവലെടുത്ത് ഒന്ന് കഴുകി വെള്ളത്തിൽ ഇടുവേ. അപ്പം ഞാനിവിടെ 1.5 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ അത്രേ ഉള്ളായിരുന്നു. ഞാനിപ്പോൾ ഈ റാഗിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. റാഗി ഒന്ന് നന്നായി കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത റാഗിപ്പൊടിയാട്ടോ. നിങ്ങൾക്ക് അല്ലാതെ പാക്കറ്റിൽ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് പൗഡറും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് പൊടിക്കുക. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മില്ലിൽ കൊടുത്ത് പൊടിക്കുക. എനിക്കിതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാനതങ്ങ് വീട്ടിലങ്ങ് കഴുകി ഇങ്ങനെ ബാൽക്കണി വെച്ച് ഉണക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ലൂസാക്കി ഒന്ന് കുഴച്ചെടുക്കണം. മീൻസ് ഒന്ന് ലൂസാക്കി നമുക്ക് ഒരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കിയതിന് ശേഷം എങ്ങനെ കട്ടയൊക്കെ ലൂസായോ എന്നറിഞ്ഞ് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇപ്പം ഞാനിത് നന്നായി കലക്കിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അവൽ കഴുകി അത് നെകക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ പിന്നീട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഈ കപ്പിലെടുക്കുമ്പോൾ ഒന്ന് അമക്കി കൊള്ളിച്ചെടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഷുഗറുകാർക്ക് കഴിക്കാനാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർത്തില്ല കേട്ടോ. എന്നിട്ട് ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ആ കുതിർത്ത് വെച്ച് അവലൂടെ ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അരിയും തേങ്ങയൊക്കെ അരച്ച് പാലപ്പം ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ അത്രയും ഫെർമെൻറ്റേഷന് സമയം വെക്കേണ്ട. ഇത് പെട്ടെന്ന് പുളിച്ച് വരും. ഞാനിപ്പം ഒരു 6 മണിക്കൂറേ 5 അല്ലെങ്കിൽ 6 മണിക്കൂറേ ഞാനിത് വെച്ചിട്ടുള്ളൂ. കാരണം ഞാനിത് അരച്ചത് എൻ്റെ രാത്രിയിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് അരച്ച് വെച്ചേ. എന്നിട്ട് ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേന് ഞാനിത് ഉണ്ടാക്കിയെടുത്തേ. അപ്പോൾ അധികം പുളിയും വരത്തില്ല. കാരണം ഈ പഞ്ഞിപ്പുല്ല് പെട്ടെന്ന് പുളിച്ച് കയറുന്ന എനിക്ക് അനുഭവം ഉണ്ടായ രീതിയിൽ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ആ നമുക്ക് ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈസ്റ്റ് ചേർത്തതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടും. ഒരു ഈസ്റ്റിൻ്റെ ആ പാലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഈസ്റ്റ് ഞാൻ അതിന് വേണ്ടി ചേർത്തതാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങയൊക്കെ അരച്ച് കുറച്ചൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഈ നമ്മൾ കലക്കി വെച്ച പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ അരച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. അപ്പോൾ രാവിലെയായി ഞാൻ ഈ മാവിൻ്റെ ആ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. നന്നായി മാവൊക്കെ പുളിച്ച്, കാരണം നമ്മളില്ലേ ഒത്തിരി അങ്ങ് ഈസ്റ്റ് ചേർത്തില്ലല്ലോ, 1/4 ടീസ്പൂൺ അതനുസരിച്ച് പൊങ്ങി വന്നുള്ളൂ. പക്ഷേ നല്ലതുപോലെ അപ്പത്തിനുള്ളതായിട്ട് ഉള്ള ഇതിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള കറി ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്വല്പം കടുകും ചേർത്ത് പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും ചേർത്ത്, എന്നിട്ട് സവാള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, ഇത്രയും നമ്മളിതിൽ മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ ആ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണേ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നിങ്ങൾക്ക് വൈറ്റായിട്ടിരുന്നാൽ മതിയെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ കഷ്ണങ്ങൾ ഒരിത്തിരി വെളുത്തിരിക്കുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കളറിന് വേണ്ടി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്തതാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതുകൂടെ ചേർത്തിട്ട് നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. സ്പൂണിൻ്റെ പുറകുവശം കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുന്ന ഉടനെ കഷ്ണങ്ങളെല്ലാം ഉടയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിപ്പോൾ ചേർത്തത് ടീസ്പൂണാണ്, അതുകൊണ്ടാണ് കണക്ക് 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായി ഇതൊന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം കുറച്ച് നേരം ഇതിങ്ങനെ വഴറ്റി. അപ്പം നമ്മുടെ മസാലകളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ അരച്ച് അതിൻ്റെ അകത്ത് ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പൊക്കെ വെന്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്രയും വെള്ളം വേണോ അത്രയും ചേർക്കാം. പക്ഷേ ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് ഇത് ഒരു രസം. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ തീ അങ്ങ് ഓഫാക്കുക. ചട്ടിയിലിരുന്ന് നന്നായി ഒന്നുകൂടെ വെന്ത് ഇതായിട്ട് വരും, കുറുകി വരും. നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ പാലപ്പച്ചട്ടി വെച്ചിട്ട് ഇങ്ങനെ
നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് തുറന്ന് നോക്കി, വെന്തോ ഞാൻ നടുക്കൊന്ന് കൈ തൊട്ട് നോക്കുന്നുണ്ട്, ലിക്വിഡ് എങ്ങാനും പച്ചയാണെന്നോന്ന്. അന്നേരം വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിങ്ങ് എടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് സൈഡ് മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചും എടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പം ഞാൻ ആദ്യത്തേത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അധികം ബബിൾസ് ഇങ്ങനെ വന്നില്ല. പക്ഷേ രണ്ടാമത്തേത് ഒഴിച്ചപ്പം തൊട്ട് ഇങ്ങനെ നന്നായിട്ട് ബബിൾസൊക്കെ വന്നു. നിങ്ങൾ മധുരം കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്നതാണ് ഈ റാഗിയൊക്കെ. പിന്നെ ഇവിടുത്തെ പിള്ളേർക്ക് ഈ കളറ് കണ്ടതുകൊണ്ട് അത് അത്ര താല്പര്യമില്ല, ഒരു ബ്രൗൺ കളറായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അപ്പവും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഞാനെല്ലാം ഇന്ന് ഉണ്ടാക്കിയെടുത്തു. വേണ്ടേ നമ്മുടെ അപ്പം എന്താണ്ടേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നല്ല സോഫ്റ്റായ അപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾ കുറുമയാണ്. അപ്പം അപ്പവും നമ്മുടെ വെജിറ്റബിൾ കുറുമയും റെഡിയായി. നിങ്ങൾ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.